ആ എൽദോ കേട്ടോ എന്നാ ഉവാ എൽദോ കാലത്തെ വന്ന് ചായ കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ. എന്താ കാര്യം? എൽദോനെ ഞങ്ങൾ സിനിമയിലെടുത്ത് അവനെ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണ്. നമ്മളെ എൽദോനെ സിനിമയിലെടുത്താ കൊണ്ടുപോകാൻ കാറുമായിട്ട് വന്നേക്കണ്. ഈശോയെ, നിങ്ങൾ മേടിക്കണ്ട. എൽദോ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്ത് തന്നിരിക്കും. എല്ലാരും ഇടിച്ചു കയറി എങ്ങോട്ടാ? പിന്നെ എൽദോനെ കണ്ടുപിടിക്കണ്ടേ? കേറപ്പാ. എങ്ങോട്ട് പോവുക? ഇതിനകത്തെ തിക്കും തിരക്കിലും പൊടിഞ്ഞു പോകും. കടയിൽ ആരും ഇങ്ങോട്ട് മാറിയേ. ഒന്ന് ഒതുങ്ങിയിരിക്കുവോ? എടാ വിട്ടോ, ഈ സ്ഥലമില്ല. വണ്ടി എഴുന്നൂറൊക്കെ നിർത്തിയാ മതി. പോണ്ട എൽദോ. അയ്യോ ആശാനോ? ആശാനെന്താ ഇവിടെ? നിന്നെ അന്വേഷിച്ചു തന്നെ. നീ ഇതിലെ ഓടിയത്? നിങ്ങൾ എല്ലാവരും കൂടി ഓടിച്ചതല്ലേ? കാശ് കൊടുക്കാനുള്ളത് കാലം പിടിച്ച് വരികയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. എടാ എൽദോ, നിന്നെ സിനിമയിലെടുത്തടാ. നിന്നെ സിനിമയിലേക്ക് കൊണ്ടുപോകാനാണ് ആശാൻ കാറും കൊണ്ടുവന്നേക്കണത്. ആശാന് എന്റെ ആശാന്, ആശാൻ എന്റെ ദൈവമാണ് ആശാന്. എന്തോ പണ്ട് നമ്മുടെ സ്നാപയോ എന്ന നാടകത്തില് സലോമിയായിട്ട് അഭിനയിച്ചൊരു പെണ്ണില്ലേ, അവളെ നീ എവിടെ കൊണ്ടുവന്നത്? അതെ, അവളെ വേണം. എന്തിന്? നമ്മുടെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ. എന്താ അവളുടെ പേര്? അവളുടെ പേര് എന്റെ ദൈവമേ, പേര് വേണ്ട. പേര് കിട്ടിയില്ലേലും കുഴപ്പമില്ല, നമുക്ക് വേറെ പേരിടാം. അവളുടെ വീട് എവിടെയാണെന്നറിയാവോ? അതെനിക്കറിയാം. എന്നാ പിന്നെ വണ്ടിയിലോട്ട് കയറി. എന്റെ അമ്മോ, കുറെ ദൂരെയാണ്, ചെല്ലാൻ സന്ധ്യയാവും. കുറെ വളവും തിരിവൊക്കെ ഉണ്ട്. വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത്. അണ്ണാ നീ വണ്ടിയിലോട്ട് കയറി. ഏത് പാതിരാത്രി ആണെങ്കിലും നമ്മൾ അവളുടെ വീട്ടിൽ ചെന്നിരിക്കാം. എല്ലാവരും കേരള കേറടാ. ഒരലി കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുവോ? ഓർത്തില്ലേ? മടിയിറങ്ങ. നിർത്ത് നിർത്ത് നിർത്ത്, സ്റ്റോപ്പ്. ആശാനെ, ദാ കാണുന്നതാണ് വീട്. ആശാനും സാറും കാറിൽ തന്നെ ഇരുന്നാ മതി. ഞങ്ങൾ പോയി വേഗം വിളിച്ചിട്ട് വരാം. വേഗം വരണേ. അതേ വന്നി. അണ്ണാ, അക്രമ ഓട്ടോ ആയി പോയെണ്ണാ. ഇതെന്താ തീവണ്ടിയാണോ? പുകയൊക്കെ വരുന്നുണ്ടല്ലോ. വണ്ടി അങ്ങനെ കത്തുവോ? വണ്ടിയിൽ അണ്ടകടാകം വരെ ചൂടായി പോയി. അണ്ണാ, ഇത് ആ വീടല്ലേണ്ണ? ഏത് വീട്? നിങ്ങളുടെ നാടകത്തിൽ നിന്ന് ഒളിച്ചൊടിയ പെണ്ണില്ലേണ്ണ ശകുന്തള? അവളുടെ വീടല്ലേണ്ണ ഇത്? ശകുന്തളയുടെ വീടാ? ശകുന്തള, അവളുടെ പേര് കിട്ടി, ശകുന്തള. എടോ, തനിക്ക് നേരത്തെ പറഞ്ഞ് തൊലച്ചൂടായിരുന്നു. മലന്നുപോയി. ആശാനെ, പോയാശാനെ, അവള് കൈവിട്ടു പോയി. വേറെ ആരോടൊക്കെ മദ്രാസ് ചെയ്തോണ്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയി. വിടണ വണ്ടി മദ്രാസിലേക്ക്. മദ്രാസിലേക്കോ? ആ, ഇപ്പൊ വിട്ടാ നാളെ വൈകുന്നേരത്തിന് മുമ്പ് മദ്രാസ് ചെന്നാളെ പൊക്കാം. എല്ലാം കയറി അട്ടിയിട്. കേറാൻ പറ്റ. ഇങ്ങോട്ട് മാറിയുന്നേ, ഇങ്ങോട്ട് മാറിയുന്നേ. വണ്ടി കേടാണ്, കണ്ടില്ലേ? പോവില്ല. കേടാണെങ്കിൽ എന്താ, തള്ളിയാ പോലെ. എല്ലാരും കൂടെ തള്ളടാ. ഞങ്ങള് തള്ളാം സാറേ. വേണമെങ്കിൽ മദ്രാസ് വരെ തള്ളാം. എന്നാ പിന്നെ തള്ളു. മോണം തിടച്ച് വണ്ടി കയറേ. വേണ്ടി വന്ന മദ്രാസ് തള്ളടാ. അയ്യോ ആശാനെ, നിർത്തടാ വണ്ടി. എന്റെ പിള്ളേരെ കൂടെ കേട്ടടാ. അവര് കാണട്ടടാ മദ്രാസ്.
മദ്രാസിലേക്കല്ല, തന്റെ കാല് തല്ലി ഓടിക്കാനാ കൊണ്ടുപോകുന്നത്. അയ്യോ രക്ഷിക്കളെ, എന്റെ കാൽ തല്ലി ഓടിക്കാൻ കൊണ്ടുപോവാളെ ഇവന്മാരെ. ഓടി വായോ, പള്ളി നിർത്തടാ. ഛേ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. പൊന്നപ്പാ, ഇയാളെ എന്താ ചെയ്യേണ്ടത്? നിർത്തിയിട്ട് കൊക്കയെ തട്ടിയാലോണ. എന്റെ കാല് തല്ലി ഒടിച്ച് കൊക്കെ തട്ടാൻ ഇവന്മാര് പ്ലാൻ ഇടുന്നേ. ഒന്ന് മിണ്ടാതെ കിടക്കണോ പണ്ടാരം. അയ്യോ അയ്യോ. അയ്യോ, അതെന്ത് പറ? വല്ല യക്ഷോ മറ്റോ ആണോണ? ഏയ്, ഇത് മറ്റേ കേസാ. നീ ഹോണടിച്ച് വണ്ടി വിടും. വണ്ടി കൊണ്ട് കേട്ടാണ് വെട്ടിച്ച് മാറ്റണം. നീ എന്തോ ചാകാരെ വാങ്ങിയിരിക്കുവാന്നോ? അതെ, ഞാൻ ചാകാൻ തന്നെ ഇറങ്ങിയിരിക്കുക. ഞങ്ങളെ വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ നിനക്ക് ചാടിച്ചാവാൻ. വേറെ എത്രയോ വണ്ടികൾ ഇതുവഴി പോകുന്നുണ്ട്. ദാ വരുന്നൊരു വണ്ടി, പോയി ചാടിച്ചാവ്. അണ്ണാ, അണ്ണാ ചെന്ന് പിടിക്കുന്ന. എന്തിന്? പോയി ചാവട്ടടാ. അങ്ങനെ പറയല്ലേണ്ണ, ചത്ത നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്തിന്? സാക്ഷി പറയേണ്ടി വരും. പിന്നെ കോടതി കയറി ഇറങ്ങാനേ സമയം കാണുള്ളൂ. ചെല്ലണ്ണ, പിടിച്ചു മാറ്റണ. അങ്ങോട്ടേന്ന് പിടിച്ചു മാറ്റണ. ഓരോരോ പണ്ടാരങ്ങളും. ഭാര്യയും ഭർത്താവും ആണെങ്കിൽ റോഡിലല്ല, വീട്ടിൽ പോയി കിടന്ന് വഴക്കുണ്ടാക്കി. ഭാര്യ തന്റെ വണ്ടി എടുത്തോണ്ട് പോടോ കളവാ. എന്നിട്ടെന്തിനാ ചാവാനല്ലയോ? അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളെ മുമ്പിൽ കിടന്ന് ചാവണ്ട. നീ ചാവണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നീ ചത്തോ, ഞങ്ങൾ പോയിട്ട് ചത്തോ. കോടതി കയറാനും സാക്ഷി പറയാനൊന്നും ഞങ്ങളെ കിട്ടത്തില്ല. അവിടെ കിടക്ക്. ബോധം തെളിയുമ്പോ നീ മരിക്കോ ജീവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പൊന്നപ്പാ, നീ വണ്ടി കയറാ. അണ്ണാ, എന്താടാ? ഇവള് പോരേണ്ണ അണ്ണനി. എനിക്കാ? എന്തിന്? അണ്ണന്റെ നാടകത്തിലേക്ക് ഇവള് പോരേന്ന്. ഇവളാ ഈ ചാകാൻ നടക്കുന്നവളാ. ചാവാൻ നടക്കണ ചിലപ്പോ ഗതികേടും ഉണ്ടായിരിക്കും. ജീവിക്കാൻ ഒരു മാർഗം കിട്ടുന്നുണ്ട് ചിലപ്പോ സമ്മതിച്ചെങ്കിലോ. എന്തായാലും അണ്ണൻ വിചാരിക്കണ പോലെ നടിയെ കിട്ടാൻ പോണില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയണത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ. ഒത്താൽ അണ്ണനൊരു നടി, അവക്കൊരു ജീവിതവും. അണ്ണാ, പാവണ്ണ, അവക്കൊരു ജീവിതം കൊടുക്കണ. ഒരു കൈ നോക്കല്ലേടേ. ആ അണ്ണ, എന്നാ വാ പൊക്കാം. നീ കാല് പിടി. നല്ല തറവാട്ടി പറഞ്ഞ പെണ്ണാണെന്ന. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതിന് വെയിറ്റ് കണ്ടാലോ. അപ്പൊ നിന്റെ വെയിറ്റ് അനുസരിച്ച് നിനക്ക് തറവാടേ കാണത്തില്ലല്ലോ. ഒന്ന് പോടാ. അണ്ണാ, എന്താടാ പിന്നെയും കണ്ണാ? അയാൾ എവിടെയെന്നാ? ഏയാള് ഗർവാസി സാശൻ. ശരിയാണല്ലോ. അയാളെവിടെ? ഈ ബഹളത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടാവോ? പോട്ട്, ഏതായാലും നന്നായി. നീ വണ്ടി വിട്. മത്തായി ചേട്ടാ, മത്തായി ചേട്ടാ, ബാലകൃഷ്ണ, മത്തായി ചേട്ടാ, ബാലകൃഷ്ണ, ദേ വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ നടിയും കൊണ്ട് വരുന്നുണ്ട്. എന്തെന്നാ? നിന്നെ ആരും വിളിച്ചടേ ശല്യം. നീ പെറ്റിയുണ്ടാകത്ത് പോയി. മീര വരൂ. എന്നെ പറ്റി പ്രത്യേകിച്ച് പറ. അകത്തോട്ട് കയറിക്കോളൂ. ഇതാണ് എന്റെ മുറി. തൽക്കാലം ബാഗും പെട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട്, കിണറും അതിനടുത്ത് തന്നെ ഉണ്ട്.
റെസ്റ്റ് എടുത്തോളൂ, റെസ്റ്റ് എടുത്തോളൂ. അവളെ വിളിച്ച് ഞങ്ങൾ ആരാണെന്നും എന്താണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തറാ. അതൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുമുണ്ട്, ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. ദേ, എന്തായാലും കലക്കിട നീ. നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ എവിടുന്ന് പൊക്കിയിട ഇതിനെ? എവിടുന്നും പൊക്കിയതും താഴ്ത്തിയൊന്നുമല്ല. ഇവളെന്റെ മുറപ്പെണ്ണ. എന്റെ അല്ല, അവന്റെ. നിന്റെ മുറപ്പെണ്ണ? അതെ, എന്റെ അമ്മാവന്റെ മകൾ മീര. നിന്റെ ഏതമ്മാവന്റെ? ദേ, അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. അവൾ അപ്പം ഉണ്ടാക്കോ? ഓ, അപ്പം തിന്നാ മതി. ഇവൻ കുഴിയണ്ടാന്ന്. ഓക്കെ, ഞാൻ കുഴിയെണ്ണുന്നില്ല. ഏതായാലും അവൾ എന്റെ നായികയാകുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അമ്മാവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവള് നായികയായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ നായകനായിരിക്കണമെന്ന്. പോയി പള്ളി പറഞ്ഞാ മതി. മത്താച്ചേട്ടാ, ഇത് അടവ്. എന്റെ നായക വേഷം തട്ടിയെടുക്കാനുള്ള ഇവന്റെ അടവ്. അതേടാ, അടവ് തന്നെ. നിനക്ക് നായകനാവണമെങ്കിൽ നീ പോയി കൊണ്ടുപോകണം നായികയെ. ഞാൻ കൊണ്ടുവന്ന നായികയെ വെച്ച് നീ എങ്ങനെ നായകനാവണ്ട? ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നായകന് നായികയെ സപ്ലൈ ചെയ്യുന്ന വില്ലൻ, നായകന്റെ നായികയെ തട്ടിയെടുക്കുന്നില്ലേ വില്ലൻ? പിന്നെ അപ്പൊ ഇവനല്ലേ വില്ലൻ? അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഓരാ, മത്തായി ചേട്ടനോട് തീരുമാനിക്കട്ടെ. പക്ഷെ നായികയും വേറെ തീരുമാനിക്കേണ്ടി വരും. അല്ല, ഇവൻ നായകനും നീ വില്ലനും ആയി വെച്ചിട്ട് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? അപ്പൊ ഈ കഴിഞ്ഞ നാടകങ്ങളൊക്കെയോ? അങ്ങനെ ആയിരക്കണക്കിന് നാടകമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ആകപ്പാടെ ഒരു നാടകല്ലേ കളിച്ചിട്ടുള്ളൂ. പോരെ, എത്രായിരം ജനം കണ്ടതാ. അവരോടൊക്കെ എന്ത് സമാധാനം പറയും? അവരെല്ലാം സന്തോഷിക്കും. നീ മിണ്ടരുത്. തന്നെയുമല്ല, നായകനാവാനുള്ള ലുക്ക് വേണുണ്ടോ? ലുക്കിന്റെ പുണ്യൊന്നും നീ പറയണ്ട. ലുക്ക് നോക്കി നായകനാക്കണമെങ്കിൽ പുറത്തുനിന്ന് ആമ്പിളരെ വിളിച്ചോണ്ടൊന്ന് അഭിനയിപ്പിക്കേണ്ടി വരും. നീ പറ, നിനക്കിപ്പോ വില്ലനാവാൻ പറ്റുമോ? പറ. നീ എവിടേക്ക് പോണേ? പറ്റൂല്ലെങ്കിൽ പോവാൻ പറ മത്തായി ചേട്ടാ. മത്തായി ചേട്ടൻ എത്ര വില്ല വേണം? ഞാൻ കൊണ്ടുവരാം. നല്ല മണി പോലുള്ള വില്ലന്മാരെ. നീ കൊണ്ടുവരും. അങ്ങനെ നീ വേറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ പിടിപ്പിക്കാൻ നോക്കണ്ട. മത്താച്ചേട്ടാ,